നമ്മുടെ രാജ്യത്തെ യുവത വലിയ തോതിലാണ് രംഗത്തിറങ്ങിയത്. CJP ആണ് ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ യുവതയുടെ കരുത്താണ് പ്രകടമായത്. ഡൽഹി രാജ്യ തലസ്ഥാനം വൻപിച്ച സമരകേന്ദ്രമായി മാറി. ആ സമരം പ്രക്ഷോഭം ശക്തിപ്പെടാതിരിക്കാൻ, അതിലാളുകളുടെ എണ്ണം കുറക്കുന്നതിനായി വഴിവിട്ട എല്ലാ നടപടികളും BJP സർക്കാർ സ്വീകരിച്ചു. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറുകളിലാക്കി, ആശയവിനിമയത്തിനുള്ള അവസരമില്ലാതാക്കി, യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നിലയെടുത്തു. ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുൻപ് തന്നെ സ്വാധീനമുള്ള ആളുകൾക്ക് കിട്ടുന്ന അവസ്ഥയുണ്ടായി. വലിയ അഴിമതിയാണ് അതിൻ്റെ ഭാഗമായി അരങ്ങേറിയത്. രാജസ്ഥാനിലെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഭാരതീയ ജനതാ യുവമോർച്ച നേതാവ് ആയിരുന്നു ഈ പരിപാടിയുടെ സൂത്രധാരകൻ, നേതൃത്വം വഹിച്ചത്. പക്ഷേ നമുക്കാർക്കും ആ മനുഷ്യൻ്റെ പേര് വേണ്ടത്ര മനസ്സിൽ നിൽക്കില്ല. കാരണം ആ പേര് ആ രീതിയിൽ രാജ്യത്ത് പ്രചരിപ്പിക്കേണ്ടവർ പ്രചരിപ്പിച്ചില്ല. അത് BJP സർക്കാർ സ്വീകരിച്ച സമീപനത്തിൻ്റെ ഭാഗമായിരുന്നു. BJP സർക്കാരിന് ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനായിരുന്നു താല്പര്യം. ഇത് കടുത്ത അതൃപ്തി ഈ കുട്ടികളിലും കുട്ടികളുടെ കുടുംബങ്ങളിലുമുണ്ടായി. നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ, ഇത്തരം പരീക്ഷാ ചോദ്യപേപ്പർ പ്രശ്നത്തിൽ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്ത കുട്ടികൾ, അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഇതിൻ്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും കുടുംബങ്ങൾക്കാകെയും വലിയ തോതിലുള്ള മാനസിക പീഡനം ഏൽക്കേണ്ടതായി വന്നു. ഇതിൽ നല്ലൊരു ഭാഗം നേരത്തെ BJP അനുകൂലിച്ചവരടക്കമുണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ അജണ്ട തങ്ങൾ ആഗ്രഹിക്കുന്ന രീതി നടപ്പാക്കുകയും പിന്നീട് തങ്ങളുടെ അജണ്ട അനുസരിച്ച് തന്നെ വർഗീയ പ്രചരണങ്ങളും മറ്റും നടത്തി ആളുകളെ തങ്ങൾ ആഗ്രഹിക്കുന്ന വഴിക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന ചിന്തയായിരുന്നു എല്ലാ കാലത്തും RSSനും BJPക്കും ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഒരു മാറ്റം സംഭവിക്കുന്നത്. ആ മാറ്റം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്താണ് കാണിക്കുന്നത്. നേരത്തെ ആ കരുത്ത് പ്രകടമായതാണ് 1977. അന്ന് ഇന്ദിരാഗാന്ധി തൻ്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി സ്വീകരിച്ച അമിതാധികാര നടപടികൾ, അതിൻ്റെ ഭാഗമായി രാജ്യത്താകെ ഉണ്ടായ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അങ്ങേയറ്റം ദോഷം വരുത്തി വെച്ച നടപടികൾ, അതിനെതിരെ ഇന്ത്യൻ ജനാധിപത്യവാദികൾ ശക്തമായി രംഗത്ത് വന്നു. അതിൻ്റെ ഭാഗമായിരുന്നു അവരുടെയും കോൺഗ്രസിൻ്റെയും ആ തെരഞ്ഞെടുപ്പിലെ പരാജയം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ യുവത വലിയ തോതിലാണ് രംഗത്തിറങ്ങിയത്. CJP ആണ് ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. പക്ഷേ ഒട്ടും താമസമില്ലാതെ തന്നെ നമ്മുടെ രാജ്യത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മാറി. വലിയ തോതിൽ ആ പ്രക്ഷോഭം വളർന്നു വരികയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ യുവതയുടെ കരുത്താണ് പ്രകടമായത്. ഡൽഹി രാജ്യ തലസ്ഥാനം വൻപിച്ച സമരകേന്ദ്രമായി മാറി. ആ സമരം പ്രക്ഷോഭം ശക്തിപ്പെടാതിരിക്കാൻ, അതിലാളുകളുടെ എണ്ണം കുറക്കുന്നതിനായി വഴിവിട്ട എല്ലാ നടപടികളും BJP സർക്കാർ സ്വീകരിച്ചു. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറുകളിലാക്കി, ആശയവിനിമയത്തിനുള്ള അവസരമില്ലാതാക്കി, യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നിലയെടുത്തു. അതോടൊപ്പം പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവർക്ക് നേരെ അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടു. ഭീകരമായ മർദ്ദനം മാത്രമല്ല, അവരെയെല്ലാം രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ വരെയുണ്ടായി. പക്ഷേ ഒന്നിനും നമ്മുടെ യുവതയെ തടുത്തു നിർത്താനായില്ല. വൻതോതിൽ ഓരോ മണിക്കൂർ കഴിയുന്തോറും ആ പ്രക്ഷോഭത്തിൻ്റെ കരുത്ത് കൂടിക്കൂടി വന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ആ മർദ്ദനത്തിൻ്റെ മുന്നിലൊന്നും പതറാതെ ഇന്ത്യൻ യുവത മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കരുത്തും പ്രത്യേക സൗന്ദര്യവും വെളിവാക്കുന്ന ഇന്നത്തെ ദിനമുണ്ടായത്. ഒന്നിൻ്റെ മുന്നിലും തങ്ങൾ വഴിപ്പെടില്ല എന്ന ധാർഷ്ട്യമായിരുന്നു നമ്മുടെ രാജ്യത്തെ BJP ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. എല്ലാ കാലത്തും എല്ലാ പ്രക്ഷോഭങ്ങളുടെയും നേരെ സ്വീകരിച്ച നിലപാടുകൾ അതായിരുന്നു. അതുകൊണ്ടാണ് മാസങ്ങൾ നീണ്ടുനിന്ന പ്രശ്നത്തിൽ പ്രതികരിക്കാൻ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി
തയ്യാറാകാതിരുന്നത്. ഇത്തരത്തിൽ വൻതോതിലുള്ള കൊള്ളരുതായ്മകൾ നടന്നതിന് വകുപ്പിന്റെ നേതൃത്വം വഹിച്ച് പ്രവർത്തിച്ച മന്ത്രിയുടെ ഉത്തരവാദിത്വം പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടി. ആ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം പ്രക്ഷോഭത്തിൽ ഉയർത്തി. പക്ഷേ തങ്ങൾ അത്തരമൊരു ഡിമാൻഡിന് മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. അവസാനം നല്ല രീതിയിൽ പ്രക്ഷോഭം കരുത്താർജിക്കുകയും തങ്ങളുടെ എല്ലാ അജണ്ടകൾക്കും അപ്പുറം രാജ്യത്ത് ഈ പ്രക്ഷോഭം കരുത്താർജിക്കുന്നു എന്ന് വന്നപ്പോൾ മറ്റൊരു വഴിയുമില്ലാത്ത ഘട്ടത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങുന്നതിന് BJP ഗവൺമെന്റ് തയ്യാറായത്. ഇവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത്. ആ കരുത്തിന് മുന്നിൽ BJPയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ദിനമായിട്ടാണ് നാം കാണേണ്ടത്. BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വലിയ തോതിൽ ഇനിയും കരുതലോടെ നീങ്ങേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ഇതൊരു അനുഭവ പാഠമായി എടുത്ത് BJPയുടെ ജനവിരുദ്ധമായ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നടപടികൾക്കുമെതിരെയുള്ള ജനങ്ങളെ അണിനിരത്തുന്ന നടപടികൾക്ക് ഇത് വലിയ തോതിൽ ഊർജം പകരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. BJP ഇപ്പോ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നത് കരുത്തുറ്റ യുവതയുടെ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനോടൊപ്പം രാജ്യമാകെ അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എന്നാൽ BJP സ്വീകരിക്കുന്ന നിലപാടിനെ എപ്പോഴും കരുതലോടെ കാണേണ്ടതായിട്ടുണ്ട്. അവരുപയോഗിക്കുന്നത് വർഗീയതയാണ്. എല്ലാ ജീവൽ പ്രശ്നങ്ങളെയും മറച്ചു പിടിക്കാൻ വർഗീയത ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. അത് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിലുള്ള പോറലാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നല്ല കരുതൽ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. വർഗീയതയെ ശക്തമായി നേരിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സമരസപ്പെടൽ വർഗീയതയെ ശക്തിപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. നിർഭാഗ്യവശാൽ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള സമരസപ്പെടലുകളും നാം കാണുന്നുണ്ട്. അത്തരം ശക്തികൾ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകുന്നില്ല. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അവരും ഇത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഇപ്പോ BJP ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള കമ്മീഷനാണ്. അങ്ങേയറ്റം ദുരുദ്ദേശപരമായ ഒരു നടപടിയാണിത്. യഥാർത്ഥത്തിൽ ജനസംഖ്യയെക്കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ ജനസംഖ്യയെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ഒരാളെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. തങ്ങളുടെ അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ നടത്താനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് പൗരത്വ നിയമത്തിൽ നാം കണ്ടതാണ്. പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കണ്ടതാണ്. ഇവിടെ അതിൻ്റെ എല്ലാം ഭാഗമായുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ആശങ്ക രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉയർത്തുന്നു എന്നത് നാം കാണാതിരിക്കരുത്. നമ്മുടെ രാജ്യത്തെ BJP ഗവൺമെന്റ് പൂർണ്ണമായും വർഗീയത വലിയ തോതിൽ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ അസംതൃപ്തി മറച്ചു വെക്കാനാണ്. ജനവിരുദ്ധമായ നടപടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ തൊഴിലിന് അവസരങ്ങൾ ഇല്ലാതാക്കുന്നു. ആളുകൾ വലിയ തോതിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായി വരുന്നു. നമ്മുടെ രാജ്യത്തിലെ ദരിദ്രരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. അതേസമയം കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിലുള്ള സഹായം, പിന്തുണ, വഴിവിട്ടുള്ള ഇളവുകൾ എല്ലാം നൽകുകയാണ്. ഇത് BJPയുടെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടികളാണ്. അപ്പോ പാപ്പരീകരിക്കപ്പെടുന്നത് പാവപ്പെട്ടവർ. ആ പാവപ്പെട്ടവരുടെ എണ്ണം കൂടുതൽ വർദ്ധിക്കുന്നു. കൂടുതൽ സമ്പന്നരാകുന്നത് അതിസമ്പന്നരായവർ തന്നെ. അവരുടെ സമ്പത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്ന നിലയുണ്ടാകുന്നു. നമ്മുടെ കേരളത്തിൽ UDF ഗവൺമെന്റ് ആണല്ലോ ഇപ്പോ അധികാരത്തിലിരിക്കുന്നത്. UDF ഗവൺമെന്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. UDFിലെ പ്രബലമായ ഒരു കക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണ്. മറ്റുള്ള കക്ഷികളുമുണ്ട്. ഈ സംവിധാനം എങ്ങനെയാണ് ഇപ്പോ നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നത്
ഗൗരവമായി തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു പ്രത്യേകത കാണാൻ കഴിയുന്നത്, പല കാര്യങ്ങളിലും രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾക്ക്, RSS BJP മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്ക് അനുകൂലമായ നടപടികൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കേരളം എല്ലാ ഘട്ടത്തിലും കടുത്ത മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ്. മതനിരപേക്ഷതയ്ക്ക് പോർലേൽക്കാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷക്കാലം വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉണ്ടായില്ല. വർഗീയ സംഘർഷമേ ഉയർന്നു വന്നില്ല. അതിന് കാരണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരുന്നു കേരളം സ്വീകരിച്ചിരുന്നത്, LDF സ്വീകരിച്ചിരുന്നത്, LDF ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. LDF തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, UDF അധികാരത്തിലേറി. അധികാരത്തിലേറുന്ന ദിവസം അതാണല്ലോ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ സംഘപരിവാറിന് മുന്നിലുള്ള UDFന്റെ സാഷ്ടാംഗ പ്രണാമം, പൂർണ്ണ കീഴടങ്ങൽ നാം കണ്ടു. അതായിരുന്നു വന്ദേമാതരം ആലപിച്ച കാര്യം. വന്ദേമാതരത്തിന്റെ ഈരടികൾ എത്രമാത്രം ചൊല്ലാമെന്നുള്ളതിനെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തന്നെ വ്യക്തത വരുത്തിയതാണ്. നമ്മുടെ ദേശീയ നേതാക്കൾ തന്നെ വ്യക്തത വരുത്തിയ കാര്യമാണ്. അതിൽ ചില ഭാഗങ്ങൾ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ അതൊഴിവാക്കി മാത്രമേ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലുന്ന നിലയാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് പൊതുവെ അംഗീകരിച്ചിരുന്നത്. ഇത് കോൺഗ്രസ് കൂടി അംഗീകരിച്ച നയമാണ്. പക്ഷേ RSSന് ഇത് പൂർണ്ണമായി, വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണമെന്നായിരുന്നു. ഇവിടെ UDF സർക്കാർ അധികാരമേൽക്കുന്ന ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങ്, അവിടെ വന്ദേമാതരത്തിന്റെ പൂർണ്ണ ആലാപനം നമുക്ക് കേൾക്കാനായി. ഇത് പൂർണ്ണമായും സംഘപരിവാറിന് കീഴടങ്ങുന്ന നിലപാടിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. അതിനുശേഷമാണ് സംസ്ഥാന നിയമസഭാ യോഗം ചേരുന്നത്. ആ നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കണം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോൾ കേരളം സ്വാഭാവികമായും കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉന്നയിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉയർന്നു വരും. എന്നാൽ കേന്ദ്രത്തിനെതിരെ അരയക്ഷരം ശബ്ദിക്കാൻ പുതിയ ഗവൺമെന്റ് സന്നദ്ധമായില്ല. LDF സർക്കാരെ അധികാരത്തിലിരുന്ന കാലത്ത് ഗവർണര് ഈ പ്രസംഗം വായിക്കില്ല എന്ന് പറഞ്ഞ ഘട്ടം വരെ ഉണ്ടായിരുന്നു. വലിയ തർക്കങ്ങൾ ഉയർന്ന ഘട്ടമാണ്. ചിലത് വായിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ അതടക്കം പ്രസംഗത്തിന്റെ ഭാഗമാണ് എന്ന് നിയമസഭ ഏകണ്ഠമായി തീരുമാനിക്കുന്ന നിലപാട്. കാരണം അവിടെയാണ് കേരളത്തിന്റെ പ്രത്യേകത. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കൽ, കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കൽ, കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനക്കെതിരായുള്ള വികാരം പ്രകടിപ്പിക്കൽ, ഇതെല്ലാം ഉപേക്ഷിക്കുന്ന നിലയുണ്ടായി. ഗവർണർക്ക് പൂർണ്ണ അംഗീകാരമുള്ള കേന്ദ്ര ഗവൺമെന്റിനെ വാക്കിലോ നോക്കിലോ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ തയ്യാറാകാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് നമ്മുടെ നിയമസഭയിൽ നാം കേട്ടത്. ഇതും സംഘപരിവാറിന് മുന്നിലുള്ള കീഴടങ്ങലിന്റെ മറ്റൊരു ഭാഗമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്ന നയങ്ങൾ അതേപോലെ തന്നെ നടപ്പാക്കുന്ന നിലയാണ് പിന്നീട് നാം കണ്ടത്. ഇപ്പോ വലിയ തോതിൽ പ്രശ്നമായി നിൽക്കുന്ന ഒന്നാണ് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വഖഫ് ഭേദഗതി നിയമം ഇന്ത്യ ഗവൺമെന്റ് ബോധപൂർവം കൊണ്ടുവന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് വിവിധ മതങ്ങളുണ്ട്. ആ മതങ്ങൾക്ക്, ഓരോ മതത്തിനും അവരവരുടേതായ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ എല്ലാം നിയന്ത്രണാധികാരം ആ മതത്തിൽപ്പെട്ടവരുടെ കയ്യിലാണ്. ഇതാണ് എത്രയോ കാലമായി രാജ്യത്ത് നിലനിൽക്കുന്ന രീതി. ഇതൊരു മതനിരപേക്ഷതയുടെ സൗന്ദര്യം കൂടിയാണ്. എല്ലാവർക്കും അവരവരുടേതായ ഒരിടം, അതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള കൈകടത്തലില്ല. മറ്റു മതസ്ഥർ ആ മതത്തിന്റെ കാര്യം നിയന്ത്രിക്കാൻ പോകുന്നില്ല. അതത് മതത്തിൽപ്പെട്ടവർക്ക് തന്നെ ആ കാര്യങ്ങളിൽ പൂർണ്ണ അവകാശം കൊടുക്കുന്നു. ഇതിനാണ് മാറ്റം വന്നത്. ആദ്യമായി ആ മാറ്റം കൊണ്ടുവരുന്നത് BJP ഗവൺമെന്റാണ്. ആ മാറ്റം ഒരു കാര്യത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. അത് ഇസ്ലാമിന്റെ കാര്യത്തിലാണ്. മുസ്ലിമിന് മാത്രമേ വഖഫ് ബോർഡിൽ അതേവരെ കീഴ്വഴക്കമനുസരിച്ച് അംഗമാകാൻ പറ്റൂ. ഇവിടെ നിയമപ്രകാരം 2 അമുസ്ലിങ്ങൾ ഇതിൽ അംഗമായി വരണം എന്ന് വ്യവസ്ഥ ചെയ്യുകയാണ്. അതിനു പുറമെ ചില സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളുടെ ഭാഗമായുള്ളവർ അതിൽ ആ ബോർഡിൽ വരും. അപ്പോ വേണമെങ്കിൽ ഒരു ഗവൺമെന്റിന് അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ബോർഡാക്കി അതിനെ മാറ്റാം. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം.
എത്രമാത്രം തെറ്റായ രീതിയിലാണ് ഒരു മതവിഭാഗത്തോട് പെരുമാറുന്നത് നോക്കണം. രാജ്യത്താകെ അതിനെതിരെ പ്രതിഷേധമുയർന്നു. ആ ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ തന്നെ ഇടതുപക്ഷം ശക്തമായി എതിർത്തു. കാരണം മതനിരപേക്ഷതക്കാണ് പോറലേൽക്കുന്നത്. അന്ന് അതിനോടൊപ്പം കോൺഗ്രസും നിന്നു. രാജ്യമാകെ വലിയ തോതിൽ എതിർപ്പുയർന്നു. ആ സാഹചര്യത്തിൽ കേരളത്തിലെ ആ പാസായ നിയമത്തെക്കുറിച്ച് ഒരു പ്രമേയം നിയമസഭ അംഗീകരിച്ചു. അന്നത്തെ LDF ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രമേയമാണ്. അത് ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടുള്ള പ്രമേയം. അതില് അന്നത്തെ പ്രതിപക്ഷം UDF പൂർണ്ണമായി അനുകൂലിക്കുകയും ചെയ്തു. ഇപ്പോൾ നിയമസഭക്കകത്തായാലും പുറത്തായാലും അതിനെ എതിർക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചിരുന്നത്. 2026 ഫെബ്രുവരി ആയപ്പോൾ ഒരു പ്രശ്നം ഉയർന്നു വന്നു. അത് വഖഫ് ബോർഡിന്റെ പുനഃസംഘടനയുടെ ഘട്ടമായി. വഖഫ് ബോർഡ് നിലവിലുള്ള ബോർഡിന്റെ കാലാവധി തീരും വരെ തുടരാം എന്ന് നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നിയമ ഭേദഗതിയുടെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കാലാവധി പൂർത്തിയായാൽ പുതിയ ബോർഡ് വരണം. ആ പുതിയ ബോർഡിൽ 2 അമുസ്ലിങ്ങൾ ഉണ്ടാവണം. കേരളത്തിൽ ആ പ്രശ്നം ഉയർന്നു വന്നു. പുതിയ ബോർഡ് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ബോർഡ് നിലവിൽ വന്നു. ആ പുതിയ ബോർഡ് നിലവിൽ വന്നപ്പോൾ ഈ പറയുന്ന അമുസ്ലിങ്ങൾ 2 എന്നത് ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. ആ 2 എണ്ണം ഒഴിവാക്കിയിട്ടു. ആ 2 എണ്ണം ഒഴിവാക്കിയിട്ടത് കൊണ്ട് ബോർഡ് പ്രവർത്തിക്കാതാകുന്നില്ല. ബോർഡിന് പ്രവർത്തിക്കാൻ ആവശ്യമായ കോറമുണ്ട്, മറ്റ് നിയമപരമായ തടസ്സമില്ല. അങ്ങനെ ബോർഡ് പ്രവർത്തനം നടന്നു. എന്നാൽ LDF ഗവൺമെന്റ് അവിടെ നിർത്തിയില്ല. ഈ തെറ്റായ നിയമത്തിനെതിരെ നിയമപരമായ പോരാട്ടം, അതാണ് നേരെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷൻ. അതിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ 2 പേരെ അമുസ്ലിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തന്നെ കേരള ഗവൺമെന്റ് വാദിച്ചു. അന്ന് ആ സുപ്രീം കോടതിയുടെ മുൻപാകെയുള്ള ഹർജിയിൽ കക്ഷി ചേരാൻ ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തയ്യാറായി. അവര് ശരിയായ നിലപാട് തന്നെയാണ് അന്ന് എടുത്തത്. ഈ പറഞ്ഞ വാദഗതിയോടൊപ്പം തന്നെ അവർ നിൽക്കുകയുണ്ടായി. അങ്ങനെ നിലപാടെടുത്തവര് അധികാരമേറി ഗവൺമെന്റ് ആയി കഴിഞ്ഞതിന് ശേഷം നേരെ മറുകണ്ഠം ചാടുകയാണ്. വളരെ വിചിത്രമായ കാര്യം. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലിനെ പറഞ്ഞയക്കുന്നു. അഡ്വക്കേറ്റ് ജനറൽ പറയുന്നു, ഈ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നിയമത്തിലെ വകുപ്പ് ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. അങ്ങനെയല്ലാത്തത് ശരിയല്ല. അതുകൊണ്ട് ഇത് റദ്ദ് ചെയ്യണം. ഈ ബോർഡിന് തുടരാൻ അധികാരമില്ല. ഞങ്ങള് പുതിയ ബോർഡ് കൊണ്ടുവരാം, 2 അമുസ്ലിങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരാമെന്ന്. എത്ര ഹീനമായ സംഘപരിവാർ പാദസേവയാണ് നടക്കുന്നത്. സംഘപരിവാറിന്റെ മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലല്ലേ ഇത്. ഇവിടെ നാം ഓർക്കേണ്ടത് തമിഴ്നാടാണ് ആദ്യം. നമുക്ക് മുൻപ് നമ്മൾ ഫെബ്രുവരിയിലാണ്, അതിനു മുൻപ് നവംബറിൽ തന്നെ അവര് ഈ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. അവിടുത്തെ ലീഗ് MP-യാണ് വഖഫ് ബോർഡിന്റെ പ്രസിഡന്റാക്കി വെച്ചത്. അതിൽ ഈ പറയുന്ന 2 അമുസ്ലിങ്ങളില്ല. ആ ബോർഡ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിനാണ് അന്ന് മുഖ്യമന്ത്രി, ഇപ്പൊ വിജയിയാണ്. വിജയിയുടെ സർക്കാർ അതേ നിലപാട്, സ്റ്റാലിൻ സ്വീകരിച്ച അതേ നിലപാട് തുടരുകയാണ്. ഇവിടുത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അത് ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു. പൂർണ്ണമായി സംഘപരിവാറിന് കീഴടങ്ങുന്ന നിലപാട് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള കീഴടങ്ങൽ സംഘപരിവാറിന് മുന്നിൽ കോൺഗ്രസ് നടത്തുന്നു? എത്രമാത്രം വഞ്ചനാപരമായ നിലപാട് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു? ലീഗിന്റെ മന്ത്രിയാണല്ലോ വഖഫ് കൈകാര്യം ചെയ്യുന്നത്. ആ മന്ത്രിക്കാണല്ലോ ഇതിന്റെ ഉത്തരവാദിത്വം വരുന്നത്. അപ്പോ അധികാരം കിട്ടിയപ്പോ സംഘപരിവാറിന് മുന്നിൽ കീഴടങ്ങുന്ന കോൺഗ്രസിനെയും ലീഗിനെയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതേസമയം വൻതോതിലുള്ള അഴിമതിക്കുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. ഒരു മദ്യക്കമ്പനിയുടെ കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ബക്കാടി കമ്പനി, ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം. എന്താ അതിന്റെ പൊരുള്? സാധാരണഗതിയിൽ അവർ നടക്കേണ്ട നികുതിയിൽ 131% ഇളവാണ് കൊടുക്കുന്നത്. 131% ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര കോടികളാണ് ഖജനാവിന് നഷ്ടപ്പെടുന്നത്? ഖജനാവിന് നഷ്ടമുണ്ടാകുമ്പോൾ അതിന്റെ ഗുണഫലം ആർക്കുണ്ടായി? എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണല്ലോ. ഇവിടെ സംഘപരിവാറിന്റെ മുന്നിൽ കീഴടങ്ങുന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, MG യൂണിവേഴ്സിറ്റിയുടെ സെനറ്റില് 18 അംഗങ്ങളെയാണ് നിരനിരയായി BJP-ക്കാരെ കയറ്റിയിരുത്തിയത്. അരയക്ഷരം അതിനെതിരെ സംസാരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറല്ല. ഗവർണറുമായി സംഘർഷം വേണ്ടെന്നാണ്. RSS അജണ്ട നടപ്പാക്കുകയാണ്. യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ എല്ലാ തരത്തിലും സംഘപരിവാറുകൾക്ക് അഭിമതരായിട്ടുള്ളവരെ മാത്രം വെക്കുകയാണ്.
സംഘപരിവാറിന്റെ അജണ്ടയാണ് യൂണിവേഴ്സിറ്റികൾ നടപ്പാക്കാൻ പോകുന്നത്. ഇതല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുകയാണ്. ഇവിടെയാണ് പ്രസക്തമായ ഒരു ചോദ്യം വരുന്നത്. കേരളത്തില് BJP ഗവൺമെന്റ് ആണോ എന്ന്. BJP ഗവൺമെന്റ് ആണോ എന്ന് ചോദിച്ചത് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു KC വേണുഗോപാൽ. ആ ചോദ്യത്തിൽ ഉയർന്ന സംശയം ഇന്ന് കേരളീയർക്കാകെ ഉണ്ടാവുകയാണ്. എല്ലാ കാര്യത്തിലും ആ ഒരു അജണ്ടയാണ് നടപ്പാക്കപ്പെടുന്നത്. പൊതുവായുള്ളതെല്ലാം തകർക്കുകയാണ്. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു തൊഴിൽ വിഭാഗമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് അതിനെ തകർക്കാൻ നിശ്ചയിച്ചു. BJP സർക്കാർ എടുത്ത നിലപാട്. ഇപ്പോ സംസ്ഥാനം 40% വിഹിതം സ്വന്തമായി എടുക്കണം. ഇതാണ് ഇന്ത്യ ഗവൺമെന്റ് എടുത്തുള്ള നിലപാട്. അങ്ങനെ വരുമ്പോ 2090 കോടി രൂപ വേണ്ടി വരും. 2000 കോടിയിൽ പരം രൂപ വേണമെന്നർത്ഥം. ഇവിടെ UDF ഗവൺമെന്റ് നീക്കിവെച്ചത് എത്രയാ? 668 കോടി. എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് തകർക്കുന്നു, BJP തകർക്കുന്നു. അതേ നിലപാട് ഇവിടെ UDFും സ്വീകരിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാ പിന്തുണയും, തകർക്കുന്നതിനാവശ്യമായ പിന്തുണ വേണ്ട പണം അനുവദിക്കാതെ സ്വീകരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയ ലൈഫ് പദ്ധതി, അതിന്റെ ഭാഗമായി 5 ലക്ഷത്തിലധികം വീടുകളാണ് പ്രാവർത്തികമായത്. കുടുംബങ്ങൾ താമസിക്കുന്നു. ഇപ്പോ അതെവിടെ? തുടർ നടപടി എന്ത് എന്ന് ആർക്കും നിശ്ചയമില്ല. കൈയൊഴിയാൻ ഗവൺമെന്റ് നൽകുന്നു. മാത്രമല്ല, ചെറിയ കാശ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നുണ്ട്. അതിന് നരേന്ദ്രമോദിയുടെ പണമടക്കം വെക്കുന്ന നില നേരത്തെ LDF ഗവൺമെന്റ് തള്ളിയിരുന്നു. ഞങ്ങളത് വെച്ചോടാമേ എന്ന് അങ്ങോട്ട് കയറി UDF സർക്കാർ പറയുന്നു. എന്തൊരു ഗതികെട്ട സമീപനമാണ് നോക്കണം. അവരുടെ ആത്മാഭിമാനത്തിന്റെ ചോദ്യം ചെയ്യുന്നത്. ആ വീട്ടിൽ സ്വന്തം വീടെന്ന നിലക്കല്ലേ അവർ താമസിക്കുന്നത്. ആ വീടിന് മുന്നിൽ ഇത് നിങ്ങൾക്ക് നൽകിയ മറ്റൊരു വീടാണ്, ഞങ്ങൾ നൽകിയ വീടാണ് എന്നൊരു തെളിവ് സഹിതം കൊണ്ടുപോയി വെക്കേണ്ട കാര്യമെന്താണ്? അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിക്കും ഞങ്ങളില്ല എന്നതായിരുന്നു LDF സർക്കാർ സ്വീകരിച്ച സമീപനം. നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപ വെച്ച് നൽകുന്ന ആ പദ്ധതി 31 ലക്ഷം സ്ത്രീകൾക്ക് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിയാണ്. അതില് 16 ലക്ഷം ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. പക്ഷേ നടപ്പായ പദ്ധതി തുടർ നടപടിയൊന്നുമില്ല. ഇപ്പോ ആ 16 ലക്ഷം സ്ത്രീകളും ഈ ഗവൺമെന്റിനെതിരെ ഫലപ്രദമായി അണിനിരക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞു, തൊഴിൽ രംഗത്തേക്ക് പോകുന്നു. അതിനാവശ്യമായ സ്കിൽ നേടണം. അതിന് കണക്ട് വർക്ക് പദ്ധതി 1000 രൂപ വെച്ച് നൽകുന്ന പദ്ധതി, ആ പദ്ധതിയും നടപ്പായി. പക്ഷേ അത് ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോ അത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇതോടൊപ്പം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. ഫലപ്രദമായ ഇലക്ട്രിസിറ്റി മാനേജ്മെന്റ് ആയിരുന്നു നടന്നത്. ഇപ്പോഴെന്തായി? വീണ്ടും ലോഡ് ഷെഡിംഗ് വന്നു. നാടാകെ, ലോകമാകെ ഫുട്ബോൾ തരംഗത്ത് നിൽക്കുന്നു. ആ ഘട്ടത്തില് കേരളത്തില് പലയിടങ്ങളിലും ലോഡ് ഷെഡിങ്ങിന്റെ ഭാഗമായി വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ. എന്തൊരു ഗതികേടാണ്! എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഗവൺമെന്റിന്റെ പിടിപ്പുകേടില്ലായ്മ, കാര്യക്ഷമതയോടെ ഇടപെടാത്തതിന്റെ ഭാഗമായി, ആവശ്യമായ കരുതലോടെ നടപടികൾ എടുക്കാത്തത്, മുൻകരുതലെടുത്തില്ല. ഇവിടെ മഴ കുറയുന്നത് ഇപ്പൊ മാത്രമല്ല, നേരത്തെയും മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നിട്ടില്ല. കാരണം ഫലപ്രദമായി ഇടപെടുന്ന സമീപനമായിരുന്നു LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. നമ്മുടെ ആരോഗ്യരംഗം ലോകമാകെ പ്രകീർത്തിക്കുന്ന രംഗമാണ്. പക്ഷെ അതിനെ തകർക്കാനാണ് നീക്കം. ഇപ്പോ വലിയ തോതിലുള്ള നടപടികൾ, ആരോഗ്യരംഗത്തെ തകർക്കുന്ന രീതിയിലുള്ള നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷെ അതിനെയും ഇകഴ്ത്തുന്ന നടപടികൾ ഉണ്ടാകുന്നു. കേരളത്തിന്റെ പലവിധത്തിലുള്ള തകർച്ചകൾക്ക് വഴിവെക്കുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. വിഴിഞ്ഞത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാലോ. അവിടെ എങ്ങനെയാണ് അദാനിക്ക് ധൈര്യം വരുന്നത്? സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണ്ട ഒരു പ്രശ്നം, ആ മുൻകൂർ അനുമതി വാങ്ങാതെ തങ്ങളുടെ ഓഹരി 49% മറ്റൊരു ബഹുരാഷ്ട്ര കമ്പനിക്ക്, MSCക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന നില, എങ്ങനെ അത്തരമൊരു ധൈര്യം കിട്ടി? അവിടെയാണ് പ്രത്യേകത, UDFന്റെ പ്രത്യേകത. ദുരൂഹത എല്ലായിടത്തും നിൽക്കുന്നു. എല്ലായിടങ്ങളിലും അഴിമതിയുടേതായ ചില കാര്യങ്ങൾ കാണുന്നു. അതോടൊപ്പം വലിയ തോതിലുള്ള സംഘപരിവാറിന് മുന്നിലുള്ള കീഴടങ്ങൾ കാണുന്നു. ഞങ്ങള് ആദ്യത്തെ 3 മാസം ഒരു ഗവൺമെന്റിനെ വലിയ തോതിലൊന്നും പറയാതിരിക്കണമെന്ന നിർബന്ധത്തോടെയാണ് തുടങ്ങിയത്. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ
എങ്ങനെ പറയാതിരിക്കും? ആ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് എന്നതുകൂടി കാണണം. നമുക്ക് നമ്മുടെ നാടാണ് പ്രിയപ്പെട്ടത്. നാടിന്റെ താല്പര്യമാണ് പ്രധാനം. നാടിന്റെ താല്പര്യത്തിനനുസൃതമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചാൽ കലവറയില്ലാതെ പിന്താങ്ങും എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാടിന്റെ താല്പര്യത്തിനെതിരായ നടപടിയാകുമ്പോൾ ശക്തമായി എതിർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ എതിർപ്പാണ് ഇപ്പോൾ ഞങ്ങൾ ഉയർത്തുന്നത്. ഇത് തിരുത്താനുള്ള അവസരമാണ്, തുടക്കമേ ആയിട്ടുള്ളൂ. തിരുത്തിയാൽ നല്ലത്. ഇല്ലെങ്കിൽ ഇതേ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തയ്യാറാകുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ താല്പര്യ സംരക്ഷണത്തിനായി അതിശക്തമായ പ്രക്ഷോഭവും സമരങ്ങളും ഈ കേരളത്തിൽ ഉയർന്നു വരും എന്ന് നാം കാണണം. അതിനുള്ള കേന്ദ്രമാണ് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ഓഫീസ്. ആ നിലക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയുമാറാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.